Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ നമ്മൾ പുതിയ ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. KTU 2019 സ്കീം സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ 6th സെമസ്റ്ററിൽ പഠിക്കാനുള്ള സബ്ജക്റ്റാണ് CET 306 ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൻ്റെ സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് ഈ ഒരു സബ്ജക്റ്റിന് DHS എന്ന് പറയുന്ന ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിന് സിലബസിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും വ്യത്യാസങ്ങളും എവിടെയൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് കോഡ് വന്നിട്ട് CET 306 ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ആണ് സബ്ജക്റ്റിൻ്റെ പേര്. 4 ക്രെഡിറ്റ് ആണ് ഈ ഒരു സബ്ജക്റ്റിന് വരുന്നത്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രീ റിക്വസ്റ്റ് ആയിട്ട് വരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളജി ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗുമാണ്. അപ്പോൾ S3 നിങ്ങൾ പഠിച്ച ഫ്ലൂയിഡ് മെക്കാനിക്സും S5 നിങ്ങൾ പഠിച്ച ഹൈഡ്രോളജി ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗുമാണ് ഇതിൻ്റെ പ്രീ റിക്വസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം, ഈ DHS ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോഴും ഒരു വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇനി ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വന്നാൽ സാധാരണ സബ്ജക്റ്റ് പോലെ തന്നെ ടോട്ടൽ 150 മാർക്സ് ആണ് ഈ ഒരു സബ്ജക്റ്റിന് വരുന്നത്. അതിൽ 50 മാർക്സ് നമുക്ക് കോളേജിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷനിലാണ് വരുന്നത്. ഇൻറ്റേർണൽ മാർക്കായിട്ട് നിങ്ങൾക്ക് 50 മാർക്സ് വരും. പിന്നെ എൻഡ് സെമസ്റ്റർ എക്സാം ആയിട്ട് 100 മാർക്സ് വരും. അങ്ങനെ ടോട്ടൽ 150 മാർക്സ് ആണ്. ഇനി എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ 3 hour ഡ്യൂറേഷനിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ സ്പ്ലിറ്റപ്പ് നോക്കാം. അപ്പോൾ കോളേജിൽ നിന്നുള്ള നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്സ് വരുന്നത് ടോട്ടൽ 50 മാർക്സ് ആണ്. അതിൽ 10 മാർക്ക് നിങ്ങളുടെ അറ്റൻഡൻസിനാണ്. ഇനി കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ടെസ്റ്റ് 2 ഇൻറ്റേർണൽ അല്ലെങ്കിൽ സീരീസ് ടെസ്റ്റുകൾ അതിൻ്റെ ആവറേജ് ആയിട്ട് 25 മാർക്സ് വരും. ഇനി ഇതിൻ്റെ അകത്ത് പ്രത്യേകം അവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, ഫോർ ഫസ്റ്റ് ഇൻറ്റേർണൽ ടെസ്റ്റ് മിനിമം 2 ഡിസൈൻ ഷുഡ് ബി ഇൻക്ലൂഡ്. അപ്പോൾ ആദ്യത്തെ ഇൻറ്റേർണൽ ടെസ്റ്റിൽ മിനിമം 2 ഡിസൈൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 25 മാർക്സ് നിങ്ങളുടെ സീരീസ് എക്സാംസിൻ്റെ ആവറേജ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അസൈൻമെൻറ്റ്, ക്വിസ് എല്ലാം കൂടി 15 മാർക്സ് വരും. അങ്ങനെ ടോട്ടൽ 50 മാർക്കാണ് നമുക്ക് ഇൻറ്റേർണൽ മാർക്കായിട്ട് കോളേജിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇനി എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ പാറ്റേൺ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സാധാരണ 2019 സ്കീമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ പാർട്ട് എയിൽ 3 മാർക്കിൻ്റെ 10 തിയറി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പാർട്ട് ബിയിലാണ് essay ക്വസ്റ്റ്യൻസ് ഓരോ മോഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത്. പക്ഷേ ഈ DHS എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിന് ആ പാറ്റേണിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പാർട്ടാണുള്ളത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, അങ്ങനെ 3 പാർട്ടായിരിക്കും ഉണ്ടാകുന്നത്. പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 നിന്നും മൊഡ്യൂൾ 2 നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്നല്ല, അത് കമ്പൈൻഡ് ആയിരിക്കും. ലോങ് ആൻസർ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ പാർട്ട് എ കണ്ടെയ്ൻസ് 2 ക്വസ്റ്റ്യൻസ് ഈച്ച് ഫ്രം മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2. അപ്പോൾ മൊഡ്യൂൾ 1 നിന്ന് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്യുക. മൊഡ്യൂൾ 2 നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 30 മാർക്സ് ആണ്. അപ്പോൾ മൊഡ്യൂൾ 1 നിന്ന് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യാം. മൊഡ്യൂൾ 2 നിന്ന് വീണ്ടും 15 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പാർട്ട് എയിൽ നിന്ന് നിങ്ങൾക്ക് 30 മാർക്സ് ആണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് മാക്സിമം 2 സബ് ഡിവിഷൻസ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും മാക്സിമം 2 സബ് ഡിവിഷൻസ് കാണും. ടോട്ടൽ 15 മാർക്സ് ആണ് ഒരു ഫുൾ ക്വസ്റ്റ്യന് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പാർട്ട് എയിൽ വരുന്നത്. ഇനി പാർട്ട് ബി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പാർട്ട് ബി വിൽ ബി ഫോർ 50 മാർക്സ്. പാർട്ട് ബി 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൽ 25 മാർക്ക് ഡിസൈൻ ചെയ്യുന്നതിനും 25 മാർക്ക് ഡ്രോയിങ് വരക്കുന്നതിനുമാണ്. ഓക്കെ, അപ്പോൾ ഈ DHSൻ്റെ മൊഡ്യൂൾ 3ൽ നിങ്ങൾക്ക് 6 ഡിസൈൻ പഠിക്കാനുണ്ട്. ആ ഓരോ ഡിസൈനിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രോയിങ്ങും പഠിക്കാനുണ്ട്. അപ്പോൾ 6 ഡിസൈനിൽ
ഏതെങ്കിലും 2 ഡിസൈൻ ആയിരിക്കും ഈ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അപ്പം പാർട്ട് ബിയിൽ മൊഡ്യൂൾ 3 എന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ കാണത്തുള്ളൂ. ഈ മൊഡ്യൂൾ 3 നമുക്ക് 6 ലോങ് ഡിസൈൻസ് ആണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ S5 പഠിച്ച ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ പോലെയല്ല. നമുക്ക് കോഡ് ബുക്ക് ഒന്നും യൂസ് ചെയ്യാനില്ല. നമ്മളിതെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി വരയ്ക്കേണ്ട ഡ്രോയിങ്സ് ആണ് വരുന്നത്. അപ്പോൾ മൊഡ്യൂൾ 3 6 ഡിസൈനുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 ഡിസൈൻ ആയിരിക്കും ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫുൾ ഡിസൈനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ആ ഡിസൈൻ ചെയ്ത് വെക്കുന്നതിൻ്റെ തന്നെ ഡ്രോയിങ്ങും കൂടി വരച്ച് കഴിഞ്ഞാൽ 25+25 50 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇനി ഇൻ ദ ഡ്രോയിങ് പാർട്ട് 2 വ്യൂസ് ഷാൽ ബി ആസ്ഡ്. ഇപ്പോൾ ഡ്രോയിങ്ങിൽ സെക്ഷണൽ വ്യൂവും പ്ലാൻ വ്യൂവും അങ്ങനെ 2 വ്യൂസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതാണ് പാർട്ട് ബിയിലെ കാര്യം. ഇനി പാർട്ട് സിയിലേക്ക് വന്നാൽ പാർട്ട് സി വിൽ ബി ഫോർ 20 മാർക്സ്. പാർട്ട് സി 20 മാർക്കിനാണ് വരുന്നത്. പാർട്ട് സിയിൽ നിന്ന് മൊഡ്യൂൾ 4 നിന്നും മൊഡ്യൂൾ 5 നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓരോ മൊഡ്യൂളിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്കായിരിക്കും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ മൊഡ്യൂൾ 4 നിന്ന് 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ചോദിക്കും, ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യുക. മൊഡ്യൂൾ 5 നിന്ന് 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ചോദിക്കും, ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യുക. ഡ്യൂറേഷൻ ഓഫ് ദ എക്സാമിനേഷൻ 3 hours ആണ്. ഓക്കെ, ഇതാണ് DHS ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. സാധാരണ സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇനി നിങ്ങളുടെ ഓരോ COs ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് സിലബസിലേക്ക് പോവാം. മൊഡ്യൂൾ 1 നമുക്ക് പഠിക്കാനുള്ളത് ഡൈവർഷൻ ഹെഡ് വർക്ക്, അതിൻ്റെ കമ്പോണൻസും ഫങ്ഷൻസും ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് വേയേഴ്സ് ആണ്. വേയേഴ്സിൻ്റെ ടൈപ്പും ഉണ്ട്, കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് വെയർ ഉണ്ട്. ഇനി ഇംപെർവിയസ് ഫ്ലോർ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈനാണ്. യൂസിങ് കോഷ്ലാസ് തിയറിയും ഉണ്ട്, ബ്ലൈസ് തിയറിയും ഉണ്ട്. ഈ 2 തിയറി ഉപയോഗിച്ചിട്ട് ഇംപെർവിയസ് ഫ്ലോർ ഡിസൈൻ ചെയ്യാനായിട്ടുണ്ട്. അതിൽ തന്നെ ഡിസൈൻ ഓഫ് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറും ഉണ്ട്. ഇത്രയാണ് മൊഡ്യൂൾ നമ്പർ 1 വരുന്നത്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ തിയറി, ബ്ലൈറ്റ്സ് തിയറി, കോഷ്ലാസ് തിയറിയുടെ ന്യൂമറിക്കൽ പ്രോബ്ലം. ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കോഷ്ലാസ് തിയറിയുടെ പ്രോബ്ലം പഠിച്ചാലേ മൊഡ്യൂൾ 3 1-2 ഡിസൈൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മൊഡ്യൂൾ 2 വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള മൊഡ്യൂളാണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 നമുക്ക് കനാൽസിൻ്റെ ടൈപ്സ് ആണ് ആദ്യം പഠിക്കാനുള്ളത്. പക്കാ തിയറിയാണ്. ഇനി ക്രോസ് സെക്ഷൻ ഓഫ് അൺലൈൻഡ് കനാൽ ആൻഡ് അലൈൻമെൻറ്റ്. അപ്പോൾ കനാലിൻ്റെ അലൈൻമെൻറ്റും അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഒരു ഫിഗറും പഠിക്കാനുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ ഡിസൈൻ ഓഫ് കനാൽ ത്രൂ അലൂവിയൽ സോയിൽ. അപ്പോൾ അലൂവിയൽ സോയിലൂടെയുള്ള കനാലിൻ്റെ ഡിസൈൻ 2 തിയറിയാണ്. കെനഡീസ് തിയറിയും ലേസീസ് തിയറിയും വെച്ചിട്ടുള്ള കനാലിൻ്റെ ഡിസൈനുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ അതിൻ്റെ തിയറി, അല്ലെങ്കിൽ ഒരു ഡിസൈൻ പ്രോബ്ലം ചോദിക്കാം, ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കാം. ഇനി അടുത്തത് കനാൽ സ്ട്രക്ചേഴ്സ് ആണ്. കനാൽ സ്ട്രക്ചേഴ്സിൽ ആദ്യം പഠിക്കാനുള്ള ക്രോസ് ഡ്രെയിനേജ് വർക്കാണ്. അതിൻ്റെ ടൈപ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ കനാൽ ഫോളിൻ്റെ ടൈപ്സും അതിൻ്റെ നെസസിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 2 വരുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2 നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കനാൽ ഫോളിൻ്റെ ടൈപ്പിൻ്റെ തിയറി, കെനഡീസ് തിയറി, ലേസീസ് തിയറിയുടെ ഒന്നെങ്കിൽ തിയറി അല്ലെങ്കിൽ അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കും, അല്ലെങ്കിൽ ഈ ഒരു കനാലിൻ്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കാൻ ചോദിക്കും. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി മൊഡ്യൂൾ 3 ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം 50 മാർക്സ് ആണ് മൊഡ്യൂൾ 3യുടെ വെയിറ്റേജ് ആയിട്ട് വരുന്നത്. മൊഡ്യൂൾ 3 നമുക്ക് 6 ഡിസൈനാണ്. 6 ഡിസൈനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തത് അക്യുഡക്റ്റ്. അക്യുഡക്റ്റ് ഡിസൈൻ ചെയ്യാനുണ്ട്, ഡ്രോയിങ് വരയ്ക്കാനുണ്ട്. സൈഫൺ അക്യുഡക്റ്റ്, കനാൽ ഡ്രോപ്പിൽ നമുക്ക് ട്രപ്പീസോഡൽ നോച്ച് ഫോൾ പഠിക്കാനുണ്ട്. അടുത്ത കനാൽ ഡ്രോപ്പായിട്ട് സർദ ടൈപ്പ് ഫോള് പഠിക്കാനുണ്ട്. അപ്പോൾ സർദ ടൈപ്പ് ഫോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കോഷ്ലാസ് തിയറി ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോഷ്ലാസ് തിയറി ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ 1 അക്യുഡക്റ്റ്, 2 സൈഫൺ അക്യുഡക്റ്റ്, 3-മത്തത് ട്രപ്പീസോഡൽ നോച്ച് ഫോള്, 4-മത്തത് സർദ ടൈപ്പ് ഫോള്, 5-മത്തത് മൊത്തം 5 ഡിസൈനാണുള്ളത്. 5-മത്തെ ഡിസൈൻ ക്രോസ് റെഗുലേറ്ററിൻ്റെ ഡിസൈൻ. അതും കോഷ്ലാസ് തിയറി ഉപയോഗിച്ചിട്ടുള്ള ഡിസൈനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 5 ഡിസൈനാണ് നമുക്ക് 3rd മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ പ്രാവശ്യവും പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ പ്രാവശ്യവും ചോദിച്ചേക്കുന്നത് അക്യുഡക്റ്റ് അല്ലെങ്കിൽ സൈഫൺ അക്യുഡക്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കാറുണ്ട്. ഇതിന് മുമ്പത്തെ 5 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ
അക്വിഡക്റ്റോ സൈഫൺ അക്വിഡക്റ്റ് എന്ന് ഒരെണ്ണം ചോദിക്കാറുണ്ട്. ബാക്കി 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം. ഈ ഒരു പാറ്റേൺ ആണ് യൂഷ്വലി ഫോളോ ചെയ്യുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മൊത്തം 5 എണ്ണം ഉണ്ട്. അതിൻ്റെ അകത്ത് മിനിമം 4 എണ്ണമെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 5 ഡിസൈനും 5 ഡ്രോയിങ്ങുമാണ് മൊഡ്യൂൾ 3 വരുന്നത്. അപ്പോൾ അത് സാധാരണ നമ്മൾ പഠിക്കുന്ന പോലെ അത്ര സ്മൂത്ത് ഡിസൈനൊന്നും അല്ല. കുറച്ച് കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും ചെയ്യാനൊക്കെ ഉണ്ട്. കാരണം നമുക്കിതിന് റെഫറൻസ് കോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. മൊഡ്യൂൾ 4 വന്നാൽ നമുക്ക് വീണ്ടും കുറച്ച് തിയറിയും കുറച്ച് പ്രോബ്ലമാണ് ഉള്ളത്. ആദ്യം തന്നെ ഡാംസിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഡാംസിൻ്റെ ടൈപ്പ്, അത് കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഡാമിൻ്റെ കമ്പോണൻസ്, ഫോഴ്സസ് ആക്ടിങ്, മോഡ്സ് ഓഫ് ഫെയിലിയർ, സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഗ്രാവിറ്റി ഡാമിൻ്റെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ, സ്റ്റെബിലിറ്റി അനാലിസിസ്, ഇതൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോർഷനാണ്. അത് കഴിഞ്ഞാൽ എലിമെൻ്ററി ആൻഡ് പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് ഗ്രാവിറ്റി ഡാം, ലിമിറ്റിംഗ് ഹൈറ്റ് ഓഫ് ഗ്രാവിറ്റി ഡാം. ഇത്രയാണ് നമുക്ക് ഗ്രാവിറ്റി ഡാമിനെ പറ്റിയിട്ട് മൊഡ്യൂൾ 4 പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ ഡാമിൻ്റെ അകത്തുള്ള കുറച്ച് പാർട്സായിട്ട് ഗാലറി, ജോയിൻസ്, കീസ്, വാട്ടർ സ്റ്റോപ്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഗ്രൗട്ടിങ്, അതിനെ പറ്റിയിട്ട് ബ്രീഫായിട്ട് കുറച്ച് തിയറി, ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള പാർട്ടാണ്. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5 നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എർത്ത് ഡാമും അതിൻ്റെ ടൈപ്സുമാണ്. പിന്നെ കോസസ് ഓഫ് ഫെയിലിയർ ആൻഡ് ഡിസൈൻ ക്രൈറ്റീരിയ ഓഫ് എർത്ത് ഡാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ആർച്ച് ഡാമാണ്. ആർച്ച് ഡാമിൽ തിൻ സിലിണ്ടർ തിയറി. ഇത്രയാണ് നമുക്ക് ഡാംസിൽ പഠിക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സ്പിൽവേ ആണ്. സ്പിൽവേയുടെ ടൈപ്സ് ഉണ്ട്. ഓഗി ടൈപ്പ് സ്പിൽവേ, പിന്നെ എനർജി ഡെസിപ്പിയേഷൻ. സ്പിൽവേസിലൊക്കെ എനർജി ഡെസിപ്പിയേഷൻ ചെയ്യുന്ന മെത്തേഡ്, സ്റ്റില്ലിംഗ് ബേസിൻ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാത്രം മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൻ്റെ സിലബസിൽ വരുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കായിട്ട് നമുക്ക് പറയുന്നത് സത്യനാരായണ MC വാട്ടർ സോഴ്സ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ബുക്കുണ്ട്. SK ഗാർഗിൻ്റെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൻ്റെ ബുക്ക്, അറോറയുടെ വാട്ടർ സോഴ്സ് ആൻഡ് വാട്ടർ പവർ എഞ്ചിനീയറിങ്ങിൻ്റെ ബുക്ക്. ഏറ്റവും എളുപ്പമായിട്ട് അല്ലെങ്കിൽ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ SK ഗാർഗിൻ്റെ ഈ ഒരു ബുക്കാണ്. അറോറയുടെ ബുക്കിലും നമുക്ക് അത്യാവശ്യം കണ്ടൻസൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ സിലബസ് തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന പോർഷനാണ്. അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സിലബസിൻ്റെ കൂടെ തന്നേക്കുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കോഴ്സ് കോഡ് തന്നിട്ടുണ്ട്, കോഴ്സ് നെയിം തന്നിട്ടുണ്ട്, ടോട്ടൽ ഡ്യൂറേഷൻ 3 hours ആണ്, മാർക്ക് വരുന്നത് 100 ആണ്. ഇനി നമുക്ക് പെർമിറ്റ് ചെയ്തേക്കുന്നത് യൂസ് ഓഫ് കോഷ്ലാസ് ചാർട്ട് ആൻഡ് ബ്ലെൻഡ് കർവ്സ്. അപ്പോൾ ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കോഷ്ലാസ് ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഷ്ലാസിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മൊഡ്യൂൾ 3 1-2 ഡിസൈനും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചാർട്ട് നമുക്ക് എക്സാം ഹോളിൽ പെർമിറ്റഡ് ആണ്. പിന്നെ അടുത്തൊരു പോയിന്റ് പറഞ്ഞേക്കുന്നത് അസ്യൂം സൂട്ടബിൾ ഡാറ്റ വെനെവർ നെസസറി. മിസ്സിംഗ് ഡാറ്റ വല്ലതും ഉണ്ടെങ്കിൽ അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് എയിൽ നമുക്ക് വരുന്നത് ആൻസർ 1 full question ഫ്രം ഈച്ച് മൊഡ്യൂൾ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 50 മാർക്ക്. അപ്പോൾ പാർട്ട് എയിൽ നമുക്ക് വരുന്നത് മൊഡ്യൂൾ 1 നിന്നും മൊഡ്യൂൾ 2 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. മൊഡ്യൂൾ 1 നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓരോ ക്വസ്റ്റ്യനും 15 മാർക്കാണ് വരുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 നിന്ന് നമുക്ക് ഇത് നമ്മുടെ ഡൈവേർഷൻ ഹെഡ് വർക്കിനെ പറ്റിയിട്ടാണ്. ഇത് കോഷ്ലാസ് തിയറിയുടെ തിയറിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ബ്ലൈറ്റ്സ് തിയറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് തിയറിയായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബി ക്വസ്റ്റ്യനായിട്ട് വെയേഴ്സിൻ്റെ ഫെയിലിയറും അതിൻ്റെ റെമഡിയൽ മെഷേഴ്സും അതിൻ്റെ തിയറിയാണ് ചോദിച്ചിരിക്കുന്നത്. മൊഡ്യൂൾ 2 വന്നിട്ടുണ്ടെങ്കിൽ കനാലിൻ്റെ അലൈൻമെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ്, അത് 5 മാർക്കിൻ്റെ തിയറി. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഒരു 10 മാർക്കിൻ്റെ തിയറി. അടുത്ത ക്വസ്റ്റ്യനായിട്ട് കെനഡീസ് തിയറിയും ലേസീസ് തിയറിയും കമ്പയർ ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്തത് ഒരു പ്രോബ്ലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ ഓഫ് കനാലിൻ്റെ ഒരു പ്രോബ്ലമാണ്. ലേസീസ് തിയറി ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലമാണ് 9 മാർക്ക്. അപ്പോൾ ഇതാണ് പാർട്ട് എയിൽ വരുന്നത്. ഇനി പാർട്ട് ബി ആൻസർ 1 full question ആണ്. പാർട്ട് ബി മൊഡ്യൂൾ 3 എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. 5th question ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. അപ്പോൾ 5th questionൻ്റെ എ പാർട്ട് എന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്യാനാണ്. അത് 25 മാർക്കിനാണ്. അപ്പോൾ ഇത് വായിച്ചിട്ട് ഇത് ഏത് ഡിസൈനാണോ ചോദിച്ചേക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് 25 മാർക്സ് കിട്ടും. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ഡ്രോയിങ് വരക്കാനുണ്ട്. ഹാഫ് പ്ലാനറ്റ് ടോപ്പും ഹാഫ് പ്ലാനറ്റ് ഫൗണ്ടേഷൻ ലെവലുമാണ് വരക്കേണ്ടത്. അതേപോലെ സെക്ഷൻ എലോങ് കനാൽ. അപ്പോൾ ഹാഫ് പ്ലാനറ്റ് ടോപ്പും ഹാഫ് പ്ലാനറ്റ് ഫൗണ്ടേഷനും വരക്കുന്നതിന് 15 മാർക്ക്, സെക്ഷണൽ ഡ്രോയിങ് വരക്കുന്നതിന് 10 മാർക്ക്.
ഇനി അതൊരു പ്രത്യേകത, ഡ്രോയിങ് വരയ്ക്കേണ്ടത് നിങ്ങളുടെ ബുക്ക്ലെറ്റിൽ തന്നെയാണ്. ബുക്ക്ലെറ്റിൽ തന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനി DHSൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് 2 ബുക്ക്ലെറ്റ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ബുക്ക്ലെറ്റ് തീർന്നു പോകും എന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. നിങ്ങൾക്ക് 2 ബുക്ക്ലെറ്റ് വരെ ഈ ഒരു DHSൻ്റെ എക്സാമിന് തരും. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് എഴുതി തുടങ്ങാം, വരച്ച് തുടങ്ങാം. അഥവാ നിങ്ങൾക്ക് ബുക്ക്ലെറ്റ് തീർന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ബുക്ക്ലെറ്റിന് റിക്വസ്റ്റ് ചെയ്യാം. ഇനി സാധാരണ ബുക്ക്ലെറ്റിൽ വരയ്ക്കാനായിട്ട് പറ്റുന്നില്ല, പ്രശ്നമുള്ളവർക്കാണെങ്കിലും അഡീഷണലായിട്ട് ഗ്രാഫിക്സിൻ്റെ ബുക്ക്ലെറ്റ് പ്രൊവൈഡ് ചെയ്യാറുമുണ്ട്. ഇനി തേർഡ് മോഡ്യൂളിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 6A ആണ്. വീണ്ടും അടുത്തൊരു ഡിസൈനാണ് ചോദിച്ചേക്കുന്നത്. ഇത്രയും പാരാമീറ്റർ വായിച്ചിട്ട് ഇത് ഏത് ഡിസൈനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഡിസൈൻ ചെയ്യുന്നതിന് 25 മാർക്സ്. വീണ്ടും ഡ്രോയിങ് വരയ്ക്കുക, പ്ലാൻ വരയ്ക്കുന്നതിന് 15 മാർക്സ്, സെക്ഷണൽ ഡ്രോയിങ് വരയ്ക്കുന്നതിന് 10 മാർക്സ്. ഇനി അടുത്ത പാർട്ട് C ആണ്. പാർട്ട് Cയിൽ നിന്ന് നമുക്ക് മൊഡ്യൂൾ 4 നിന്നുള്ള 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ക്വസ്റ്റിനും 10 മാർക്കാണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. മൊഡ്യൂൾ 4 നിന്ന് 2 ക്വസ്റ്റ്യൻ, മൊഡ്യൂൾ 5 നിന്ന് 2 ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു DHS എന്ന് പറയുന്ന ഒരു വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു DHSൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് മൊഡ്യൂൾ 2 and 3 ആണ്. മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5നും കൂടുതൽ തിയറി ആയിരിക്കും ചോദിക്കുന്നത്. അത് നിങ്ങൾ വളരെ സിമ്പിളായി കാഷ്വലായിട്ട് പഠിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അത് 20 മാർക്സേ ഉള്ളൂ ആ ലാസ്റ്റ് 2 മൊഡ്യൂൾ. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് മൊഡ്യൂൾ 1, 2 and 3 ആണ്. ഓക്കെ.